ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നിയച്ചൻ. ഇംഗ്ലീഷ് ഭാഷ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്നതിനായിട്ടാണ് ഈ ക്ലാസ്സുകൾ ഉള്ളത്. ധാരാളം പേര് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മലയാളികളായ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് മറ്റു വിദേശ ഭാഷകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ്. 3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ധാരാളം വാക്കുകൾ ഇംഗ്ലീഷിൽ അറിയാം, സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ വിദേശ ഭാഷകൾ പഠിക്കുന്ന ധാരാളം പേരുണ്ട്. ഇപ്പൊ ജർമ്മൻ പഠിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ ജർമ്മൻ പഠിക്കുന്നവര് ജർമ്മൻ ഭാഷ പഠിക്കുമ്പോൾ എല്ലാ വാക്കുകളും തന്നെ അവർ പുതുതായിട്ട് ജർമ്മൻ ഭാഷയിലെ വാക്കുകൾ പഠിക്കേണ്ടി വരും. രണ്ടാമത്, ഈ ഇംഗ്ലീഷിന്റെ ഗ്രാമർ, വ്യാകരണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. വ്യാകരണം എന്ന് പറഞ്ഞ് ഗ്രാമർ എന്ന് പറയുമ്പോൾ അത് കേട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ മിനിമം ഗ്രാമർ വെച്ചാണ് ഈ ഭാഷ പഠിക്കാൻ പോകുന്നത്. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് വളരെ ലളിതമാണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ, വ്യാകരണം. മൂന്നാമതായിട്ടുള്ളത്, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനുള്ള ധാരാളം അവസരങ്ങൾ കേരളത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മിൽ പലരോടും പലരും ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ഒരുപക്ഷെ വിഷമിച്ചു പോയിട്ടുണ്ടാകും. എന്നാൽ മറ്റു ഭാഷകൾ, ഇപ്പൊ ജർമ്മൻ പഠിക്കുന്നവര് ജർമ്മൻ സംസാരിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളിൽ പോകേണ്ടി വരും. ഇവിടെ ആരാണ് ജർമ്മൻ ഭാഷ സംസാരിച്ചുകൊണ്ട് കിടക്കുന്നത്? അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ, എഴുതാൻ, വായിക്കാനൊക്കെ ധാരാളം അവസരങ്ങൾ കേരളത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഭാഷ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ഉള്ളത്, നമ്മുടെ ഈ ഭാഷ പഠിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ്സുകൾ 2 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന്, നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇംഗ്ലീഷുകാരും ചെയ്യുന്നത്, അല്ലെ? ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ജോലി ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊന്ന് എഴുതേണ്ട കേട്ടോ. നീ എഴുതണം, നീ എഴുതണം. ഇത് നമ്മൾ പറയുന്നത്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഉദാഹരണമായിട്ട് പറയുക. അപ്പൊ നീ, നമുക്ക് വാക്കുകൾ, ആ വാക്കറിയാം, യു എന്നാ പറയുന്നത്, അല്ലെ? ഇനിയാണ് പ്രശ്നം, എഴുതണം. ഇതെങ്ങനെ പറയും? ഇംഗ്ലീഷുകാരെങ്ങനെ പറയണേന്നറിയോ? അവര് ഷുഡ് എന്ന വാക്ക് ഉപയോഗിക്കും. SHOULD, ഷുഡ്. അണ്ട് അതിന്റെ കൂടെ ഈ എഴുതുക എന്നുള്ള വെർബ്, അല്ലെ, ക്രിയ, അതിന്റെ ബേസ് ഫോം ഉപയോഗിക്കും. ബേസ് ഫോം എന്ന് പറയുമ്പോൾ അമ്പരക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ കാണുന്ന വാക്കാണ്. എന്താണ് ബേസ് ഫോം എന്ന് വെച്ചാല്? വെർബിന്റെ ഗോ, പോവുക, കം, വരിക, സിറ്റ്, ഇരിക്കുക. ഇങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എടുത്താൽ കാണുന്നത്. ആ കാണുന്ന വെർബുകളാണ് എന്ത്? ബേസ് ഫോം ആണ്. അത് വെർബിന്റെ ബേസ് ഫോം ആണ്. അത് വെച്ചാൽ മതി. അപ്പൊ എഴുതുക എന്നുള്ളതിന് എന്താണ് ഡിക്ഷണറിയിൽ നമ്മൾ കാണുന്നത്? റൈറ്റ്. ഇത്രയേ ഉള്ളു. അപ്പോ യു ഷുഡ് റൈറ്റ് എന്ന് പറഞ്ഞാല് നീ എഴുതണം. അത്രയേ ഉള്ളു കാര്യം. അപ്പൊ നീ എഴുതണം നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷുകാരെ എങ്ങനെ പറയും? യു ഷുഡ് റൈറ്റ്. ഇപ്പൊ എഴുതണ്ട കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ അങ്ങനെ ഒരു വാചകം ഉണ്ടാക്കാൻ പഠിച്ചാൽ അത് നമ്മൾ ആവർത്തിക്കും. കേട്ട് നമ്മൾ പഠിക്കും. നമ്മൾ മലയാളം പഠിച്ചത് എങ്ങനെയാണ്? സാധാരണ കുഞ്ഞുങ്ങൾ 1.5 വയസ്സോടെയൊക്കെ സംസാരിച്ചു തുടങ്ങും. അവര് എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്? അവർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ മലയാളം പഠിക്കുന്നത്. അല്ലെ, നമ്മളൊക്കെ മലയാളം പഠിച്ചത് എങ്ങനെയാണ്? അല്ലാതെ 1.5 വയസ്സാകുമ്പോ കുഞ്ഞിന്റെ അമ്മ പറയുന്ന 1.5 വയസ്സായല്ലോ, വാ വന്നിരിക്ക്, നീ കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് മലയാളം പഠിക്ക്, അങ്ങനെ ഒന്നുമില്ല. അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ധാരാളം പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, കടയിലൊക്കെ പോയാൽ ധാരാളം പേര് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരൊക്കെ മലയാളം ചിലർക്ക് നന്നായിട്ട് പറയും. കുറെ വർഷങ്ങളായിട്ടുള്ളവരെ. അവര് ഏതെങ്കിലും ഗ്രാമർ ക്ലാസ്സിലൊന്നും പോയി പഠിച്ചതൊന്നുമല്ല, മലയാളം ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തതല്ല. നമുക്കറിയാം, അവർ കേട്ട് പഠിച്ചതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. നമ്മൾ ഒരു കാര്യം നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആവർത്തിക്കും. നമുക്ക് പ്രാക്ടീസ് സെഷൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്, പ്രാക്ടീസ് സെഷൻ. ഈ ഭാഗം എടുക്കാൻ ഒരു 10 മിനിറ്റ് താഴെയുള്ളൂ ഒരു കാര്യം പറയാൻ. പിന്നെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ കേട്ട് പഠിക്കും.
അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന്, നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങള് ഇംഗ്ലീഷിൽ അവരെങ്ങനെ പറയും. അതിന്റെ രണ്ടാമത്തേത്, അത് നമ്മൾ പിന്നീട് ആവർത്തിച്ച് സ്വന്തമാക്കും. ഇതാണ് നമ്മുടെ ക്ലാസ്സുകളുടെ രീതി. അപ്പോ നമുക്ക് ആരംഭിക്കാം. അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് കുറച്ച് എഴുതാം. നിങ്ങൾ പുസ്തകം എടുത്തോളൂ. അധികം നമ്മൾ സാധാരണ എഴുതില്ല. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഒരു ഓർഡറിൽ, ഒരു ക്രമത്തിൽ എഴുതും. ഇത് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എഴുതി തരുന്നത് കോപ്പി ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതെല്ലാവരും എഴുതിയല്ല? ഇത് നമ്മൾ പഠിച്ച് കാണും, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്രമത്തിൽ എഴുതിയിരിക്കുകയാണ്. നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് കാണാം. ഐ, ഞാൻ, മീ, എന്നെ, ടു മീ, എനിക്ക്, എന്നോട്, വിത്ത് മീ, അത് എന്റെ കൂടെ. എന്റെ കൂടെ നമുക്ക് പല രീതിയിൽ മലയാളത്തിൽ പറയാം. എന്നോടൊപ്പം, എന്നോടുകൂടെ, അങ്ങനെയൊക്കെ പറയായേ. മൈ, എന്റെ, മൈൻ, എന്റേത്. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കണം. ഇത് നമ്മൾ ഉപയോഗിച്ച് പഠിച്ചോളും കേട്ടോ. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഹീക്ക് നമുക്ക് ഐ നമുക്ക് വി പോകാം. വി, ഞങ്ങൾ, നമ്മൾ. നമുക്ക് രണ്ട് വാക്കുകളുണ്ട് വിക്ക്. അത് നമ്മുടെ മലയാളത്തിന്റെ ഒരു പ്രത്യേകതയാ. ഞങ്ങളും നമ്മളും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് മൂക്കിലൂടെ. അങ്ങനെ ഞാൻ പറഞ്ഞാല് നിങ്ങളതിൽ പെടുന്നില്ല, ഞങ്ങളെ കഴിക്കുന്നത്. നമ്മളെല്ലാം മലയാളികളാണെന്ന് പറയുമ്പോൾ നിങ്ങളും അതിൽ പെടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നാം ആരോടാണോ സംസാരിക്കുന്നത് അവരതിൽ പെടുന്നില്ല. എന്നാൽ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ആരോട് സംസാരിക്കുന്നോ അവരും അതിൽ പെടും. കുറെ വർഷങ്ങൾക്ക് മുൻപേ ഒരു പ്രൊഫസർ, അത് എഴുത്തുകാരനൊക്കെയാണ്, അദ്ദേഹം എഴുതിയിരുന്ന് ഇത് മലയാളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഞങ്ങളും നമ്മളും, മറ്റു ഭാഷകളിലൊന്നും ഇല്ല. ഇപ്പൊ ഹിന്ദിയൊക്കെ ഹം അങ്ങനെയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഇത് ഞാൻ വിശ്വസിച്ച് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോടൊക്കെ പറയുമായിരുന്നു, ഇത് നമുക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. വി എന്നുള്ളതിന് രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് വാക്കുകളുണ്ട് എന്നൊക്കെ പറയുമായിരുന്നേ. ഞാൻ കുറച്ച് വർഷം ആസാമിൽ ജോലി ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഗാരോ എന്ന് പറയുന്ന ഒരു ട്രൈബിന്റെ ഇടയിലാണ് ഞാൻ ജോലി ചെയ്തത്. അവർക്ക് പക്ഷേ ഇതുണ്ട്. അവര് ചിങ്ങ എന്നവ പറയും. ഞങ്ങൾ എന്നതിന് അവരുടെ ഗാരോ ഭാഷയിൽ പറയുന്നത് ചിങ്ങ എന്നാണ്. അതുപോലെ നമ്മൾ എന്നുള്ളതിന് അവര് അഞ്ചിങ് എന്ന് പറയും. അപ്പൊ ഇനി ആരെങ്കിലും പറയുകയാണ് ഈ വി എന്നുള്ളതിന് ഞങ്ങൾ, നമ്മൾ എന്നുള്ള രണ്ട് വാക്കുകൾ നമുക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആരെങ്കിലും പറയുന്നത്, അത് ശരിയല്ല. മറ്റു ഭാഷകളിലും ഉണ്ടാകാം. ഇനി അടുത്തത് അസ്, US, അസ് ഞങ്ങളെ, നമ്മളെ. ടു അസ് ഞങ്ങൾക്ക്, ഞങ്ങളോട്. ഇത് ഉപയോഗിക്കുക, ഇതും വെച്ച് പറയാം. നമ്മൾക്ക്, നമ്മളോട്. വിത്ത് അസ് ഞങ്ങളുടെ കൂടെ. അത് ഇതുപോലെ നമുക്ക് എല്ലാം എഴുതാൻ പറ്റില്ല, എഴുതണമെന്നില്ല, അറിഞ്ഞിരുന്നാൽ മതി. അവർ ഞങ്ങളുടെ, അവേഴ്സ് ഞങ്ങളുടേത്. ഇനി ഇവിടെ ഉള്ളത് യു. യുവിനും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ധാരാളം വാക്കുകളുണ്ട്. യു, നീ, നിങ്ങൾ, അങ്ങ്, താങ്കൾ, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ കണ്ണൂര് ഞാൻ കുറച്ചാൾ ജോലി ചെയ്തിരുന്ന അവര് ഇങ്ങളെന്ന് പറയും. ഇങ്ങള് നല്ല ഭാഷയാണ്. അങ്ങനെ ഓരോ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. യു, നിന്നെ എന്ന് പറയാനും യു എന്ന് തന്നെ അവർ ഉപയോഗിക്കുക. നിങ്ങളെ, അങ്ങയെ, അതൊക്കെ പറയാൻ പറ്റും. ടു യു നിങ്ങൾക്ക്, നിങ്ങളോട്. അതുപോലെ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വിത്ത് യു നിന്റെ കൂടെ, ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. യുവർ നിന്റെ, അതുപോലെ തന്നെ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. യുവേഴ്സ് നിങ്ങളുടേത്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒരു ക്രമത്തിൽ എഴുതി വെച്ചേക്കുക. ഇനി അടുത്തത് ഹീക്ക് ഇതുപോലെ തന്നെയാണ്. നമുക്ക് മലയാളത്തിൽ ധാരാളം വാക്കുകൾ ഹി. അവൻ എന്ന് പറയും, അയാൾ എന്ന് പറയും, അദ്ദേഹം എന്ന് പറയും, അതുപോലെ അവിടെന്ന്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പിന്നെ കണ്ണൂരൊക്കെ ഓൺ എന്ന് പറയും ഇല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇത് അവനെ, ഹിം എന്നുള്ളതാണ്. ഹിം, HIM, ഹിം അവനെ, അയാളെ, അദ്ദേഹത്തെ, അങ്ങനെ എഴുതാൻ പറ്റും. ടു ഹിം അവന് അല്ലെങ്കിൽ അവനോട്. വിത്ത് ഹിം അവന്റെ കൂടെ, അവനോടൊപ്പം, അവനോടുകൂടെ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. നമുക്ക് പല രീതിയിൽ മലയാളത്തിൽ പറയാം. അതുപോലെ ഇതെല്ലാം അതുപോലെ തന്നെ പറയാൻ പറ്റും. പിന്നെ ഉള്ള ഏതാണ്? ഹിസ് അവന്റെ, അതുപോലെ അദ്ദേഹത്തിന്റെ, അയാളുടെ, ഇതൊക്കെ പറയാൻ പറ്റും. ഹിസ് അവന്റേത്, അയാളുടേത്, അദ്ദേഹത്തിൻ്റെത്. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുകയല്ല, എഴുതണമെന്നില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള എഴുതി വെച്ചേക്കണേ. ഷീ അവൾ, ഹെർ അവളെ,
ടു ഹെർ അവൾക്ക് അല്ലെങ്കിൽ അവളോട്, വിത്ത് ഹെർ അവളുടെ കൂടെ, ഹെർ അവളുടെ, ഹേഴ്സ് അത് എഴുതിയിട്ടില്ല, ഹേഴ്സ് അവളുടേത് എന്ന് എഴുതിയേക്കുക. ദേ എന്ന് വെച്ചാല് അവർ, ദം അവരെ, ടു ദം അവർക്ക് അല്ലെങ്കിൽ അവരോട്, വിത്ത് ദം അവരുടെ കൂടെ അവരോടൊപ്പം, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റി. ദയർ അവരുടെ, ദയേഴ്സ് എസും കൂടി ഇട്ടാല് അവരുടേത്. അപ്പൊ ഇത് ഒന്ന് എഴുതി വെച്ചേക്കണേ. ഇത് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഒന്ന് ഓർത്തിരിക്കുക, അപ്പൊ ഹീക്ക് പകരം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും പറയാം, രാജു, രാമു, അല്ലെ ഷീക്ക് പകരം ഗീത, അങ്ങനെയൊക്കെ നമുക്ക് പേരുകളൊക്കെ പറയാൻ പറ്റും. ദേ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയിട്ടുള്ള, പ്ലൂറൽ നമുക്കറിയാം ഒന്നിൽ കൂടുതലുള്ളത്, അത് ഈ ആര് വേണമെങ്കിലും ദേ എന്ന സ്ഥാനത്ത് നമുക്ക് പറയാൻ പറ്റും. കുട്ടികൾ, അധ്യാപകര്, വിദ്യാർത്ഥികൾ, അങ്ങനെ ധാരാളം പേര് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദേ എന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ ഓർത്തൊന്നും നമ്മൾ വിഷമിക്കേണ്ട. പക്ഷെ ഇതൊന്ന് എഴുതിയെടുത്തേക്കുക. നമ്മൾ ഇത് ഉപയോഗിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഉദാഹരണം തന്നെ എടുക്കാം. നീ എഴുതണം, അതെങ്ങനെ പറയും? അപ്പൊ അത് നമ്മൾ കണ്ടു. എന്താണ്? ഷുഡ്. ഇതൊന്ന് എഴുതിയെടുത്തേക്ക്. SHOULD, ഷുഡ്. ഇങ്ങനെ എഴുതുക ഹെഡിങ്. അപ്പൊ ഇത് നോക്കണേ, SHOULD, എൽ ഉണ്ടെങ്കിൽ അത് ഉച്ചരിക്കില്ല. ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത അതാണ്. എഴുതുന്ന പോലെ അല്ല വായിക്കുന്നത്. തമാശയായിട്ട് പറയാറുണ്ട്. ഇംഗ്ലീഷില് CAT എന്ന് എഴുതും, CAT എന്നല്ല വായിക്കുന്നത്, ക്യാറ്റ് എന്ന് വായിക്കും. അർത്ഥം എന്താണ്? പൂച്ചയാണ്, അല്ലെ? എന്നാലും മലയാളത്തിൽ അങ്ങനെയല്ല, നമ്മള് പൂച്ച എന്ന് എഴുതും, പൂച്ച എന്ന് വായിക്കും, അർത്ഥം പൂച്ച തന്നെയാണ്. അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷില് അത് എഴുതുന്ന പോലെ അല്ല വായിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഷുഡ്, അല്ലേ? അപ്പൊ നമ്മള് എഴുതുക എന്താണ്? നീ എഴുതണം, അതെങ്ങനെ പറയും? നമ്മൾ കണ്ടു. യു ഷുഡ് വെച്ചിട്ട് എന്ത് ചെയ്യും? റൈറ്റ്. ഇതിന്റെ അർത്ഥം എന്താണ്? നീ എഴുതണം. പിന്നെ താഴെ ഫോർമുല എഴുതിയേക്ക്. എന്താണ്? സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യു ആണ്. ആരാ എഴുതേണ്ടത്? നീ. അവൻ എഴുതണമെന്ന് പറയുമ്പോൾ അവനാണ് സബ്ജക്റ്റ്. അവരെഴുതണം എന്ന് പറയുമ്പോൾ ദേ ആണ് സബ്ജക്റ്റ്. അവൾ എഴുതണം എന്ന് പറയുമ്പോൾ ഷീ ആണ് സബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് എന്താണ്? ഷുഡ് വയ്ക്കണം, പ്ലസ് ബേസ് ഫോം. ബേസ് ഫോം. ബേസ് ഫോം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, അത് ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ ഇടുന്നതല്ലാണ്, ഭംഗിയായിട്ടൊക്കെ കിടക്കട്ടെ. ബേസ് ഫോം എന്ന് പറയുന്നത് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിയാൽ കാണുന്ന അത് ഗോ പോവുക, കം വരിക, സിറ്റ് ഇരിക്കുക, അതാണ് ബേസ് ഫോം. ഡിക്ഷണറി കാണുന്നത് രൂപമാണ് ബേസ് ഫോം, അടിസ്ഥാന രൂപം. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അത് വെച്ചാൽ ഷുഡിന്റെ കൂടെ ഏത് ബേസ് ഫോം വെച്ചാലും ഈ നന്ന് കിട്ടും, അല്ലെ? നന്ന് കിട്ടും. അത് ഓർത്തിരിക്കുക. അപ്പൊ ഷുഡ് ഗോ, പോകണം. വരിക, കം. കം എന്ന് വെച്ചാൽ വരിക, ബേസ് ഫോം. ഷുഡ് കം ആകുമ്പോൾ വരണം. പിന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റും വെറുതെ വെച്ചാൽ മതി അതിന്റെ കൂടെ. ഇത്രയുള്ള ഇംഗ്ലീഷിലെ ഈ കാര്യം. ഇനി നമ്മൾ ഇത് ഇനി ആവർത്തിക്കും. ഇനി ഇതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി നമ്മൾ നോക്കാം. ഇത് എഴുതിയല്ലോ. ഇപ്പൊ സഹായിക്കണം, അതെങ്ങനെ നമുക്ക് കിട്ടും? ഷുഡ് സഹായിക്കുക എന്നുള്ളതിന് വാക്ക് ഹെൽപ്പ് നമുക്കറിയാം. ഷുഡ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ സഹായിക്കണം എന്നായി. നീ അവരെ സഹായിക്കണം. നീ അവരെ സഹായിക്കണം. നന്ന് കിട്ടാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? യു ഷുഡ് ഹെൽപ്പ്. അവരെ എന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, ദം. ഇത് ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? നമ്മുടെ ഭാഷയില് ഒരു പ്രത്യേകതയാണിത്.
നീ അവരെ സഹായിക്കണം. നീ അവരെ അവരെ എന്നുള്ളത് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്, ഇംഗ്ലീഷിൽ അവർ ഇവിടെ ഇടുന്നത്. അപ്പോ യു കഴിഞ്ഞ ഉടനെ വെർബ് പറയണം. ഇതിനാ വെർബ് എന്ന് പറയുന്നത്, ക്രിയ. ഷുഡ് ഹെൽപ്പ് ആണ് വെർബ്, സഹായിക്കണം. അപ്പോ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ ആവർത്തിച്ച് ഇത് പഠിച്ചോളും കേട്ടോ. പിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നീ അവരെ സഹായിക്കണം. നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. അവരെ നീ സഹായിക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചു പറയാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറ്റില്ല. യു ദം ഷുഡ് ഹെൽപ്പ്, ദം യു ഷുഡ് ഹെൽപ്പ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ പറ്റുള്ളൂ, യു ഷുഡ് ഹെൽപ്പ് ദം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം അല്ലെ? നീ അങ്ങനെ നീ സഹായിക്കണം അവരെ. ഇതത്ര കോമൺ അല്ല എങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പൊ നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ പക്ഷെ അതിന് ഒരു ലിമിറ്റ് അവർക്കുണ്ട്, അവർക്ക് അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാര് നമ്മളെ കാണുമ്പോൾ അവർക്ക് സങ്കടം വരും. എന്താണ്, അവർക്ക് നമ്മളെ പോലെ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണേ. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് പഠിച്ചോളൂ. അപ്പൊ ഇതേ ഉള്ളൂ ഇതിന്റെ ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യങ്ങള്. ഷുഡിന്റെ ഉപയോഗമാണ് നമ്മൾ കണ്ടത്. ഷുഡിന്റെ കൂടെ ബേസ് ഫോം വെച്ചാല് എന്ത് കിട്ടും? നന്ന് കിട്ടും. ഷുഡ് കം വരണം, ഷുഡ് ഗോ പോകണം, ഷുഡ് സിറ്റ് ഇരിക്കണം, ഷുഡ് പ്രേ പ്രാർത്ഥിക്കണം, ഷുഡ് സ്റ്റഡി പഠിക്കണം. പിന്നെ അതിലൂടെ ഇത് വേണമെങ്കിലും ഇത് വിളിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ആരംഭിക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആവർത്തിച്ച് പറഞ്ഞ് കേട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുകയുള്ളൂ. ഒരു 10 മിനിറ്റ് താഴെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇന്നിപ്പോ കുറെ എഴുതിയോണ്ടൊക്കെയാണ് സമയം പോയത്. അപ്പോ അത് പിന്നീട് നമ്മൾ ആവർത്തിക്കുക. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സെഷൻ. വാക്കുകൾ വെച്ച് നമ്മൾ ഇതെല്ലാം വെച്ച് പഠിച്ച് ആവർത്തിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ പ്രാക്ടീസ് സെഷൻ ആരംഭിക്കാം. അപ്പൊ ആദ്യം നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നത് എന്താണ്? റൈറ്റ് അല്ലേ? റൈറ്റ് അർത്ഥം ഡിക്ഷണറിയിൽ നോക്കിയാൽ എന്തായിരിക്കും കാണുന്നത്? എഴുതുക. അതാണ് ബേസ് ഫോം. ബേസ് ഫോം ആണ് എഴുതുക എന്ന് പറയുന്നതാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ മലയാളത്തില് പറയും, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പറയണം. ആദ്യം ഞാൻ അതിന്റെ ഇംഗ്ലീഷ് പറയും, പിന്നീട് നമ്മൾ ആവർത്തിക്കും. അപ്പൊ ഉദാഹരണമായിട്ട് ഐ ഷുഡ് റൈറ്റ്, ഞാൻ എഴുതണം. ഐ ഷുഡ് റൈറ്റ് അല്ലേ? ഞാൻ എഴുതണം. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആരംഭിക്കുകയാണ്. ഞാൻ എഴുതണം, നിങ്ങൾ പറയണം. നിങ്ങൾ മലയാളം പറയണ്ട, ഇംഗ്ലീഷ് മാത്രം പറയുക. ഐ ഷുഡ് റൈറ്റ്. അത് ഉറക്കെ പറയണം, നിങ്ങൾ കേൾക്കണം. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ എഴുതണം, ഐ ഷുഡ് റൈറ്റ്. ഉറക്കെ പറ. ഞാൻ എഴുതണം, 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 ഞാൻ എഴുതണം. ഇനി അടുത്തത് നമ്മൾ എഴുതണം അല്ലെങ്കിൽ ഞങ്ങൾ എഴുതണം അല്ലേ? എങ്ങനെ പറയും? നമ്മൾ എഴുതണം, വി ഷുഡ് റൈറ്റ്. നമ്മൾ എഴുതണം, വി ഷുഡ് റൈറ്റ്. അപ്പൊ തുടങ്ങാം. നമ്മൾ എഴുതണം, ഉറക്കെ, അതിന്റെ ഇംഗ്ലീഷ് ഉറക്കെ പറ. നമ്മൾ എഴുതണം, 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 ഞങ്ങൾ എഴുതണം, ഞങ്ങൾ എഴുതണം, ഞങ്ങൾ എഴുതണം, ഞങ്ങൾ എഴുതണം. ഓക്കെ, ഇനി നീ എഴുതണം. എങ്ങനെ പറയും? യു ഷുഡ് റൈറ്റ്. നീ എഴുതണം, നിങ്ങൾ, താങ്കൾ, പല വാക്കുകളുണ്ട്. യു ഷുഡ് റൈറ്റ്. നീ എഴുതണം, യു ഷുഡ് റൈറ്റ്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം പറയുക, ഞാൻ മലയാളം പറയും. നീ എഴുതണം, നീ എഴുതണം,
നീ എഴുതണം, നീ എഴുതണം, നീ എഴുതണം, നീ എഴുതണം, നീ എഴുതണം, നീ എഴുതണം, നിങ്ങൾ എഴുതണം, നിങ്ങൾ എഴുതണം, നിങ്ങൾ എഴുതണം, താങ്കൾ എഴുതണം, താങ്കൾ എഴുതണം, താങ്കൾ എഴുതണം. ഇനി അടുത്തത് ഹി. അവൻ, അയാൾ, അദ്ദേഹം, അതൊക്കെ ഉണ്ട്. അദ്ദേഹം എന്നുണ്ട്, ധാരാളം വാക്കുകളുണ്ട് ഹീക്ക് നമ്മുടെ ഭാഷയില്. അപ്പൊ അവൻ എഴുതണം, ഹി ഷുഡ് റൈറ്റ്, ഹി ഷുഡ് റൈറ്റ്. അവൻ എഴുതണം, ഹി ഷുഡ് റൈറ്റ്. ഓക്കെ, അവൻ എഴുതണം. ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം പറയേ, ഉറക്കെ പറയേ. അവൻ എഴുതണം, അവൻ എഴുതണം, അവൻ എഴുതണം, അവൻ എഴുതണം, അവൻ എഴുതണം. അയാൾ എഴുതണം, അയാൾ എഴുതണം, അയാൾ എഴുതണം, അയാൾ എഴുതണം. അദ്ദേഹം എഴുതണം, അദ്ദേഹം എഴുതണം, അദ്ദേഹം എഴുതണം, അദ്ദേഹം എഴുതണം, അദ്ദേഹം എഴുതണം. ഓക്കെ, ഇനി ഷീ. അവൾ എഴുതണം. എങ്ങനെ പറയും? ഷീ ഷുഡ് റൈറ്റ് അല്ലെ പറയാൻ ഇച്ചിരി പറയാം. ഷീ ഷുഡ് റൈറ്റ്, ഷീ ഷുഡ് അങ്ങനെ പറയുമ്പോൾ ഇച്ചിരി പ്രയാസത്വം തോന്നാം, പക്ഷെ ആവർത്തിച്ച് നമ്മൾ കിട്ടിക്കോളും. അവൾ എഴുതണം, ഷീ ഷുഡ് റൈറ്റ്. അവൾ എഴുതണം, 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 അവൾ എഴുതണം. ഓക്കെ, ഇനി അടുത്തത് ദേ. അവർ എഴുതണം. എങ്ങനെ പറയും? ദേ ഷുഡ് റൈറ്റ്, ദേ ഷുഡ് റൈറ്റ്. അവർ എഴുതണം, ദേ ഷുഡ് റൈറ്റ്. ഓക്കെ, അവർ എഴുതണം, 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 അവർ എഴുതണം. ക്ഷണിച്ച നമ്മളിത് പ്രാക്ടീസ് ചെയ്യാണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ പ്രാക്ടീസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ 5 വെർബ് പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസം. ഞാൻ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഒരു 15 വെർബ്സ് വരെ കൊടുക്കാറുണ്ട്. അപ്പൊ അവരൊരിക്കലും പിന്നെ മറക്കില്ല. അടുത്തത് നമുക്ക് അടുത്ത വാക്ക് എന്താണ്? ഗോ എന്ന് എടുക്കാം. ഗോവിന്റെ അർത്ഥം എന്താണ്? പോവുക അല്ലെ, അതാണ് ബേസ് ഫോം. ബേസ് ഫോം ആണ്. ഡിക്ഷണറിയിൽ ഗോ എന്നുള്ള വാക്ക് നോക്കിയാൽ പോവുക എന്നായിരിക്കും. അത് ബേസ് ഫോം ആണ് ഈ ഗോ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചു. പക്ഷെ ഷുഡ് ഗോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തായി? പോകണം. ഓക്കെ, പോകണം. നം കിട്ടും, ഷുഡ് വെച്ചാൽ മതി. ഞാൻ പോകണം, ഐ ഷുഡ് ഗോ. ഞാൻ പോകണം, ഐ ഷുഡ് ഗോ. ഞാൻ പോകണം, 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 ഞാൻ പോകണം. ഇനി അടുത്തത് ഞങ്ങൾ പോകണം അല്ലെ നമ്മൾ പോകണം. സെയിം തിങ് അല്ലെ. വി ഷുഡ് ഗോ, വി ഷുഡ് ഗോ. ഞങ്ങൾ പോകണം, വി ഷുഡ് ഗോ. ഞങ്ങൾ പോകണം, ഞങ്ങൾ പോകണം, ഞങ്ങൾ പോകണം, ഞങ്ങൾ പോകണം, ഞങ്ങൾ പോകണം. ഉറക്കെ പറയണേ. ഞങ്ങൾ പോകണം, നമ്മൾ 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 പോകണം. ഓക്കെ, ഇനി അടുത്തത് യു. നീ പോകണം. എങ്ങനെ പറയും? യു ഷുഡ് ഗോ. അത്രേ ഉള്ളൂ. യു ഷുഡ് ഗോ. നീ പോകണം, യു ഷുഡ് ഗോ. നീ പോകണം, നീ പോകണം, നീ പോകണം, നീ പോകണം, നീ പോകണം. നിങ്ങൾ പോകണം, നിങ്ങൾ പോകണം, നിങ്ങൾ പോകണം, നിങ്ങൾ പോകണം. താങ്കൾ പോകണം, താങ്കൾ പോകണം, താങ്കൾ പോകണം. ഓക്കെ, അടുത്തത് ഹി. അവൻ പോകണം, ഹി ഷുഡ് ഗോ, ഹി ഷുഡ് ഗോ. അവൻ പോകണം, ഹി ഷുഡ് ഗോ. അവൻ പോകണം. നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ പറയാവൂ, ഉറക്കെ പറയണേ. അവൻ പോകണം, അവൻ പോകണം, അവൻ പോകണം, അവൻ പോകണം, അവൻ പോകണം, അവൻ പോകണം, അവൻ പോകണം. അയാൾ പോകണം, അയാൾ പോകണം. അദ്ദേഹം പോകണം, അദ്ദേഹം പോകണം. ഓക്കെ, ഷീ. അവൾ പോകണം. എങ്ങനെ പറയും? ഷീ ഷുഡ് ഗോ, ഷീ ഷുഡ് ഗോ. അത്രയേ ഉള്ളത്. അവൾ പോകണം, ഷീ ഷുഡ് ഗോ. അവൾ പോകണം, അവൾ പോകണം, അവൾ പോകണം, അവൾ പോകണം,
അവൾ പോകണം, അവൾ പോകണം, അവൾ പോകണം, അവൾ പോകണം, അവൾ പോകണം. ഇനി അടുത്തത് അവർ പോകണം. ദേ ഷുഡ് ഗോ. എല്ലാം ഒരേപോലെ തന്നെ അല്ലേ? അവർ പോകണം, ദേ ഷുഡ് ഗോ. അവർ പോകണം, 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 അവർ പോകണം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് വേറെ ഒരു വെർബ് എടുക്കാം. എന്താണ്? കം എടുക്കാം അല്ലേ? കമ്മിന്റെ അർത്ഥം എന്താണ്? ഡിക്ഷണറിയിൽ നോക്കിയാല് കമ്മിന്റെ അർത്ഥം എന്താണ്? COME, കം, വരിക അല്ലേ? അപ്പൊ ഷുഡ് കം എന്ന് പറയുമ്പോൾ വരണം എന്നായി. വരണം. ഞാൻ വരണം, ഐ ഷുഡ് കം. ഞാൻ വരണം, ഐ ഷുഡ് കം. ഓക്കെ. അപ്പൊ ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ഉറക്കെ പറയുക. ഞാൻ വരണം, 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 ഞാൻ വരണം. ഇനി അടുത്തത് ഞങ്ങൾ വരണം. വി ഷുഡ് കം. ഞങ്ങൾ വരണം, വി ഷുഡ് കം. ഓക്കെ. അപ്പൊ ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ഉറക്കെ പറയുക. ഞങ്ങൾ വരണം, ഞങ്ങൾ വരണം, ഞങ്ങൾ വരണം, ഞങ്ങൾ വരണം, ഞങ്ങൾ വരണം, ഞങ്ങൾ വരണം, നമ്മൾ വരണം, നമ്മൾ വരണം, നമ്മൾ വരണം, നമ്മൾ വരണം, നമ്മൾ വരണം, നമ്മൾ വരണം. ഓക്കെ. ഇനി നീ വരണം. യു ഷുഡ് കം അല്ലേ? നീ വരണം, യു ഷുഡ് കം. നീ വരണം, നീ വരണം, നീ വരണം, നീ വരണം, നീ വരണം. നിങ്ങൾ വരണം, നിങ്ങൾ വരണം, നിങ്ങൾ വരണം, നിങ്ങൾ വരണം. താങ്കൾ വരണം, താങ്കൾ വരണം, താങ്കൾ വരണം, താങ്കൾ വരണം. ഓക്കെ. ഇനി ഹി, അവൻ വരണം. അവൻ വരണം എന്ന് എങ്ങനെ പറയും? ഹി ഷുഡ് കം അല്ലേ? അവൻ വരണം, ഹി ഷുഡ് കം. ഓക്കെ. ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് ഉറക്കെ പറയുന്നു. അവൻ വരണം, അവൻ വരണം, അവൻ വരണം, അവൻ വരണം, അവൻ വരണം. അയാൾ വരണം, അയാൾ വരണം, അയാൾ വരണം, അയാൾ വരണം. അദ്ദേഹം വരണം, അദ്ദേഹം വരണം, അദ്ദേഹം വരണം. ഇനി അടുത്തതെടുക്കാം. ഷീ, അവൾ, അവൾ വരണം. ഷീ ഷുഡ് കം, ഷീ ഷുഡ് കം. അവൾ വരണം, ഷീ ഷുഡ് കം. ഓക്കെ. ഉറക്കെ ഇംഗ്ലീഷ് പറയുക, ഞാൻ മലയാളം പറയുന്നു. അവൾ വരണം, 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 അവൾ വരണം. ഇനി ദേ, അവസാനത്തേത് അവർ വരണം. എങ്ങനെ പറയും? ദേ ഷുഡ് കം അല്ലെ? ദേ ഷുഡ് കം. അവർ വരണം. ഇംഗ്ലീഷ് ഉറക്കെ പറയാം. നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം ഉറക്കെ പറയുക. അവർ വരണം, 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 അവർ വരണം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ടീച്ച് അല്ലേ? ടീച്ചിന്റെ അർത്ഥം എന്താണ്? ബേസ് ഫോമില് പഠിപ്പിക്കുക എന്നാണ്. പഠിപ്പിക്കുക. അപ്പോ ഇതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട വാചകം പോലെയൊക്കെ പറഞ്ഞ് പഠിച്ചു നോക്കാം. ഞാൻ അവരെ പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിക്കണം, ഐ ഷുഡ് ടീച്ച്. ഞാൻ അവരെ പഠിപ്പിക്കണം, എക്സ്ക്യൂസ് മീ, ഐ ഷുഡ് ടീച്ച് ദം. ഐ ഷുഡ് ടീച്ച് ദം. ഐ ഷുഡ് ടീച്ച് ദം. ദം എന്ന് വെച്ചാൽ അവരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അതുപോലെ നമുക്ക് ഒത്തിരി പറയാൻ പറ്റി. അപ്പൊ ഇംഗ്ലീഷിന്റെ ശൈലി വ്യത്യാസമുണ്ട്. നമ്മളെങ്ങനെയാണ്? ഞാൻ അവരെ പഠിപ്പിക്കണം. ഇംഗ്ലീഷിൽ ഐ ദം ഷുഡ് ടീച്ച് എന്നല്ല അല്ലേ? ഐ ഷുഡ് ടീച്ച് ദം. ദം അവർ അവസാനം പറയുള്ളൂ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ വാചകം ഈ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ അവരെ പഠിപ്പിക്കണം, ഐ ഷുഡ് ടീച്ച് ദം.
I should teach them. I should teach them. ഞാൻ അവരെ പഠിപ്പിക്കണം. I should teach them. അവരെ അല്ലേ? ഓക്കെ, ഞാൻ അവരെ പഠിപ്പിക്കണം. 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 ഞാൻ അടുത്തത് നമ്മൾ അവരെ പഠിപ്പിക്കണം. നമ്മൾ വി ഷുഡ് ടീച്ച് ദം. ഇംഗ്ലീഷിൽ ദം അവസാനം പറയും. അപ്പോ നമുക്ക് തുടങ്ങാം. നമ്മൾ അവരെ പഠിപ്പിക്കണം. വി ഷുഡ് ടീച്ച് ദം. വി ഷുഡ് ടീച്ച് ദം. നമ്മൾ അവരെ പഠിപ്പിക്കണം. വി ഷുഡ് ടീച്ച് ദം. വി ഷുഡ് ടീച്ച് ദം. നമ്മൾ അവരെ പഠിപ്പിക്കണം. 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 ഞാൻ അടുത്തത് യു. നമുക്ക് യുവിനെ നമുക്ക് സബ്ജക്ട് മാറ്റാം. ആരെ പഠിപ്പിക്കണം എന്നുള്ളത് എന്നെ പഠിപ്പിക്കണം. നീ എന്നെ പഠിപ്പിക്കണം. അപ്പൊ നീ പഠിപ്പിക്കണം. യു ഷുഡ് ടീച്ച്. യു ഷുഡ് ടീച്ച്. എന്നെ എന്ന് പറയുന്നത് നീ അല്ലേ? അപ്പൊ നീ എന്നെ പഠിപ്പിക്കണം. ഇംഗ്ലീഷില് യു ഷുഡ് ടീച്ച് മീ എന്ന് പറയുള്ളൂ. യു മീ ഷുഡ് ടീച്ച് അല്ല. യു മീ ഷുഡ് ടീച്ച് അല്ല. യു ഷുഡ് ടീച്ച് മീ. ഇംഗ്ലീഷുകാർ അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മളതുപോലെ തന്നെ പറയണം. നീ എന്നെ പഠിപ്പിക്കണം. യു ഷുഡ് ടീച്ച് മീ. യു ഷുഡ് ടീച്ച് മീ. നീ എന്നെ പഠിപ്പിക്കണം. നീ എന്നെ പഠിപ്പിക്കണം. നീ എന്നെ പഠിപ്പിക്കണം. നിങ്ങൾ 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 എന്നെ പഠിപ്പിക്കണം. താങ്കൾ എന്നെ പഠിപ്പിക്കണം. താങ്കൾ എന്നെ പഠിപ്പിക്കണം. താങ്കൾ എന്നെ പഠിപ്പിക്കണം. താങ്കൾ എന്നെ പഠിപ്പിക്കണം. ഞാൻ അടുത്തത് ഹി അല്ലേ? അവൻ എന്നെ പഠിപ്പിക്കണം. അവൻ, അല്ലെങ്കിൽ നമുക്ക് വേറെ പറയാം, അവൻ ഞങ്ങളെ പഠിപ്പിക്കണം. അസ്. അസ് എന്നുള്ളതാണ്. യു എസ്. ഉസ് എന്നല്ല പറയുന്നത്. അസ്. യു എസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അവൻ ഞങ്ങളെ പഠിപ്പിക്കണം. അപ്പോ ഹി അസ് ഷുഡ് ടീച്ച് എന്നല്ല ഇംഗ്ലീഷിൽ പറയുന്നത്. ഹി ഷുഡ് ടീച്ച് അസ്. ഇത് പ്രാക്ടീസ് ചെയ്താലേ വരുള്ളൂ. അവൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഹി ഷുഡ് ടീച്ച് അസ്. ഹി ഷുഡ് ടീച്ച് അസ്. ഞങ്ങളെ. അസ്. അപ്പൊ അതിന്റെ ക്രമം അങ്ങനെയാണ്. അവൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഹി ഷുഡ് ടീച്ച് അസ്. ഹി ഷുഡ് ടീച്ച് അസ്. അവൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഹി ഷുഡ് ടീച്ച് അസ്. അവൻ ഞങ്ങളെ പഠിപ്പിക്കണം. 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 അയാൾ 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 ഞങ്ങളെ പഠിപ്പിക്കണം. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കണം. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കണം. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കണം. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കണം. ഇനി അടുത്തത് അവൾ അവരെ പഠിപ്പിക്കണം. അവൾ നിന്നെ പഠിപ്പിക്കണം. ഓക്കെ, അതായിരിക്കും. നിന്നെ എന്നുള്ളതിനും വാക്ക് യു എന്ന് തന്നെയാണ്. നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ, അതിനൊക്കെ വാക്ക് യു എന്ന് തന്നെയാണ്. പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടാവും അല്ലെ? അവൾ നിന്നെ പഠിപ്പിക്കണം. അവൾ പഠിപ്പിക്കണം. ഷീ ഷുഡ് ടീച്ച്. ഷീ ഷുഡ് ടീച്ച്. അവൾ നിന്നെ പഠിപ്പിക്കണം. ഷീ ഷുഡ് ടീച്ച് യു. ഷീ ഷുഡ് ടീച്ച് യു. ഷീ ഷുഡ് ടീച്ച് യു. എഴുതി വേണമെങ്കിൽ വെച്ചേക്കാം, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക. അവൾ നിന്നെ പഠിപ്പിക്കണം. ഷീ ഷുഡ് ടീച്ച് യു. ഷീ ഷുഡ് ടീച്ച് യു. അവൾ നിന്നെ പഠിപ്പിക്കണം. അവൾ നിന്നെ പഠിപ്പിക്കണം. അവൾ നിന്നെ പഠിപ്പിക്കണം. അവൾ നിന്നെ പഠിപ്പിക്കണം. അവൾ നിങ്ങളെ പഠിപ്പിക്കണം. അതേ വാക്ക് തന്നെയാണ്, യു തന്നെ. അവൾ നിങ്ങളെ പഠിപ്പിക്കണം. അവൾ നിങ്ങളെ പഠിപ്പിക്കണം. അവൾ നിങ്ങളെ പഠിപ്പിക്കണം. അവൾ താങ്കളെ പഠിപ്പിക്കണം. അവൾ താങ്കളെ പഠിപ്പിക്കണം. അവൾ താങ്കളെ പഠിപ്പിക്കണം. അവൾ താങ്കളെ പഠിപ്പിക്കണം. ഇനി നമുക്ക് അവർ വെച്ചല്ലേ, അവർ അവനെ പഠിപ്പിക്കണം. അവനെ എന്നുള്ളതിന് വാക്ക് എന്താണ്? ഹിം. HIM. അയാളെ, അദ്ദേഹത്തെ, അതിനൊക്കെ ഒറ്റ വാക്കാണ് ഹിം. HIM. അപ്പോ അവർ അവനെ പഠിപ്പിക്കണം. നമുക്കറിയാം ഇംഗ്ലീഷിന്റെ ഓർഡർ, ക്രമം വ്യത്യാസമുണ്ട് അല്ലെ? ദേ ഷുഡ് ടീച്ച് ഹിം. ദേ ഹിം ഷുഡ് ടീച്ച് എന്നല്ല പറയുന്നത്. ദേ ഷുഡ് ടീച്ച് ഹിം. അവർ അവനെ പഠിപ്പിക്കണം. ദേ ഷുഡ് ടീച്ച് ഹിം. ഹിം. ദേ ഷുഡ് ടീച്ച് ഹിം. അവർ അവനെ പഠിപ്പിക്കണം. അവർ അവനെ പഠിപ്പിക്കണം. അവർ അയാളെ പഠിപ്പിക്കണം. സെയിം തിങ്. ഹിം.
അവർ അയാളെ പഠിപ്പിക്കണം. അവർ അയാളെ പഠിപ്പിക്കണം. അവർ അയാളെ പഠിപ്പിക്കണം. അവർ അയാളെ പഠിപ്പിക്കണം. അവർ അദ്ദേഹത്തെ 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 പഠിപ്പിക്കണം. ഓക്കെ, ഇനി ഇന്നത്തെ ലാസ്റ്റ് വെർബ്. നമ്മൾ 5 വെർബാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അടുത്തത് ഹെൽപ്പ് അല്ലേ? അർത്ഥം എന്താണ്? സഹായിക്കുക. ഡിക്ഷണറിയിൽ നോക്കിയാൽ ഹെൽപ്പ് എന്ന വാക്ക് നോക്കിയാൽ സഹായിക്കുക എന്ന് കാണും. ആ ഹെൽപ്പാണ് എന്ത്? ബേസ് ഫോം എന്ന് പറയുന്നത്. ഏതാണ്? ബേസ് ഫോം. ഷുഡിന്റെ കൂടെ ആ ബേസ് ഫോം ഷുഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കണം, ഈ നന്ന് കിട്ടും. അപ്പൊ നമുക്ക് നേരത്തെ പ്രാക്ടീസ് ചെയ്തല്ലേ പറയാം. ഞാൻ അവരെ സഹായിക്കണം. ഐ ഷുഡ് ഹെൽപ്പ് ദം. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യായേ. ഞാൻ അവരെ സഹായിക്കണം. ഐ ഷുഡ് ഹെൽപ്പ് ദം. ഐ ഷുഡ് ഹെൽപ്പ് ദം. ഐ ഷുഡ് ഹെൽപ്പ് ദം. ഐ ഷുഡ് ഹെൽപ്പ് ദം. അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ അവരെ സഹായിക്കണം. ഐ ഷുഡ് ഹെൽപ്പ് ദം. ഞാൻ അവരെ സഹായിക്കണം. 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 ഞാൻ അടുത്തത് നമ്മൾ അവളെ സഹായിക്കണം. അവളെ എന്നതിന് വാക്ക് എന്താണ്? ഹെർ. HER. അവളെ. നമ്മൾ അവളെ സഹായിക്കണം. നമ്മൾ അവളെ സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ് ഹെർ. വി ഷുഡ് ഹെൽപ്പ് ഹെർ. വി ഷുഡ് ഹെൽപ്പ് ഹെർ. നമ്മൾ അവളെ സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ് ഹെർ. നമ്മൾ അവളെ സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ് ഹെർ. നമ്മൾ അവളെ സഹായിക്കണം. 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 ഞങ്ങൾ 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 അവളെ സഹായിക്കണം. അടുത്തത് യു. നീ. നമുക്ക് ഇതിൽ ഏതെങ്കിലും വയ്ക്കാം. നീ അവനെ സഹായിക്കണം. നീ അവനെ സഹായിക്കണം. അവൻ എന്നുള്ളതിന് വാക്ക് ഹിം അല്ലേ? അപ്പൊ യു ഷുഡ് ഹെൽപ്പ് ഹിം. യു ഷുഡ് ഹെൽപ്പ് ഹിം. യു ഷുഡ് ഹെൽപ്പ് ഹിം. അങ്ങനെ പറഞ്ഞോടി. യു ഷുഡ് ഹെൽപ്പ് ഹിം. നീ അവനെ സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ് ഹിം. നീ അവനെ സഹായിക്കണം. നീ അവനെ സഹായിക്കണം. നീ അവനെ സഹായിക്കണം. നീ അവനെ സഹായിക്കണം. നിങ്ങൾ അവനെ സഹായിക്കണം. നിങ്ങൾ അവനെ സഹായിക്കണം. നിങ്ങൾ അവനെ സഹായിക്കണം. താങ്കൾ അവനെ സഹായിക്കണം. താങ്കൾ അവനെ സഹായിക്കണം. താങ്കൾ അവനെ സഹായിക്കണം. ഓക്കെ, ഇനി അവൻ. അവൻ അവരെ സഹായിക്കണം. അവരെ എന്നുള്ളതിന് വാക്ക് ദം അല്ലെ? അവരെ. ദം. THEM. അപ്പൊ അവൻ അവരെ സഹായിക്കണം എന്ന് എങ്ങനെ പറയും? ഹി ഷുഡ് ഹെൽപ്പ് ദം. ഇംഗ്ലീഷ് അത്രയേ ഉള്ളൂ. ഹി ഷുഡ് ഹെൽപ്പ് ദം. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യേണ്ടൊന്നും വരത്തില്ല. തുടങ്ങാം. ടയർഡായിരിക്കും അല്ലേ? ഓക്കെ. അവൻ അവരെ സഹായിക്കണം. ഹി ഷുഡ് ഹെൽപ്പ് ദം. ഹി ഷുഡ് ഹെൽപ്പ് ദേ അല്ല, ദം. അവരെ. ഹി ഷുഡ് ഹെൽപ്പ് ദം. ഹി ഷുഡ് ഹെൽപ്പ് ദം. അവൻ അവരെ സഹായിക്കണം. 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 ഇനി അടുത്തത് അവൾ ഞങ്ങളെ സഹായിക്കണം. അവൾ സഹായിക്കണം ഞങ്ങളെ അല്ലെ? ഇംഗ്ലീഷിൽ അങ്ങനെ പറയണത് അവൾ അല്ലെ? ഓർഡർ അങ്ങനെയാ. പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടും. അവൾ ഞങ്ങളേക്ക് വാക്കെന്താണ്? us. US. അപ്പൊ അവൾ ഞങ്ങളെ സഹായിക്കണം. ഷീ ഷുഡ് ഹെൽപ്പ് us. ഷീ ഷുഡ് ഹെൽപ്പ് us. അങ്ങനെ പറഞ്ഞു പഠിക്കാം. അവൾ ഞങ്ങളെ സഹായിക്കണം. ഷീ ഷുഡ് ഹെൽപ്പ് us. ഷീ ഷുഡ് ഹെൽപ്പ് us. അവൾ ഞങ്ങളെ സഹായിക്കണം. 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 അവൾ നമ്മളെ 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 സഹായിക്കണം. ലാസ്റ്റ് വൺ.
അവർ നിന്നെ സഹായിക്കണം. ഓക്കെ, നിന്നെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ യു എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റേതിലൊക്കെ വ്യത്യാസം വന്നു, പക്ഷെ ഇത് യു എന്ന് തന്നെയാണ്. അപ്പൊ അത് നിന്നെ എന്നാവും, അല്ലെങ്കിൽ നിങ്ങളെ, താങ്കളെ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ അവർ നിന്നെ സഹായിക്കണം. എങ്ങനെ പറയും? ദേ ഷുഡ് ഹെൽപ്പ്. അത് വെർബ് തന്നെ പറയണം. ദേ ഷുഡ് ഹെൽപ്പ് യു. ദേ ഷുഡ് ഹെൽപ്പ് യു. ദേ ഷുഡ് ഹെൽപ്പ് യു. അവർ നിന്നെ സഹായിക്കണം. ദേ ഷുഡ് ഹെൽപ്പ് യു. അവർ നിന്നെ സഹായിക്കണം. 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 ഓക്കെ, ക്ഷണിച്ചായിരിക്കും അല്ലെ? ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പൊ നമ്മൾ ഇന്ന് 5 വേർബ്സ് ആണ്, 5 ക്രിയകൾ, വെർബുകളാണ് പ്രാക്ടീസ് ചെയ്തത്. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത സ്ഥലം മുതൽ വീണ്ടും ഒന്നുകൂടി കേൾക്കുക. അപ്പൊ എന്ത് ചെയ്യണം? കണ്ണുകൾ അടയ്ക്കണം. അണ്ട് ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക. അതിന്റെ ഇംഗ്ലീഷ് പറയുക. അതിന്റെ ഇടയ്ക്ക് അതും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ അങ്ങോട്ട് മറന്നു നിൽക്കുക. പക്ഷെ കണ്ണടച്ച് കേൾക്കണം. ഇനി വീണ്ടും ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമല്ലോ, ബാക്കിലേക്ക് പോയിട്ട്. അങ്ങനെ 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കത്തില്ല. നമുക്ക് ഭാഷ ഒരുമിച്ച് പഠിക്കാം. ഇനിയുള്ളത് ഒരു 25 വാചകങ്ങള് എന്താണ് ഹോംവർക്ക് ആയിട്ട് തരുന്നുണ്ട്. മലയാളത്തിലാണ് വാചകങ്ങൾ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ തർജ്ജിമ നിങ്ങൾ എഴുതുക. അടുത്ത ക്ലാസ്സിൽ ഇന്ന് തരുന്ന ഹോംവർക്കിന്റെ ആൻസർ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കുക ശരിയായോന്ന്. പിന്നെ ഉള്ളത് കുറച്ച് വാക്കുകളും തന്നിട്ടുണ്ടാവും. കുറച്ച് ക്ലാസ്സുകളിൽ അങ്ങനെ വാക്കുകൾ തരാം. അപ്പൊ വാക്കുകൾ പഠിക്കുക. അതായിട്ട് ബന്ധപ്പെട്ട ഹോംവർക്കാണ്. പിന്നെ ഒന്നുള്ളത് ഒരു ഡിക്ഷണറി ഇല്ലെങ്കിൽ വാങ്ങിക്കുക. അപ്പൊ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. അതായത് മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് അർത്ഥം കൊടുത്തിരിക്കുന്നതും ഇംഗ്ലീഷ് വാക്കിന്റെ മലയാള അർത്ഥം കൊടുത്തിരിക്കുന്നതും, അങ്ങനെ 2 ടൈപ്പ് ഡിക്ഷണറീസ് ഉണ്ടല്ലോ. അപ്പൊ അത് രണ്ടും കൂടി ഉള്ള ഡിക്ഷണറി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ നോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. മലയാളം വാക്ക് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, രണ്ടും കൂടി ഒരുമിച്ചുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉച്ചാരണം പ്രശ്നമാണ്. അപ്പൊ ഉച്ചാരണം ഉള്ള ഡിക്ഷണറി, മലയാളത്തിലെ ഇംഗ്ലീഷ് വാക്കുകളുടെ ഉച്ചാരണം കൊടുത്തിട്ടുള്ള ഡിക്ഷണറി വാങ്ങിക്കണം. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അപ്പൊ വലിയ ഡിക്ഷണറി ഒന്നും മേടിക്കണമെന്നില്ല, ചെറിയ ഡിക്ഷണറി നമ്മുടെ ആവശ്യത്തിന് അത് മതിയാകും. അതൊരെണ്ണം വാങ്ങിക്കുക. ഉച്ചാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ അല്ല പലപ്പോഴും വായിക്കുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.